ദൂരദർശൻ പണ്ടൊരു കാലത്ത് നമ്മളുടെ ടിവിയും യൂട്യൂബും OTTയും എല്ലാം ഇതായിരുന്നു. ഇപ്പൊ കുറച്ച് ക്ഷീണത്തിലാണ്. എന്നാലും ഒരു കാലത്ത് ഇന്ത്യൻ ജനതയുടെ ചിന്തകളെ പോലും തിരിച്ചുവിടാൻ കഴിവുള്ള ഒരു പ്രൊപ്പഗാൻഡ മെഷീൻ തന്നെയായിരുന്നു ദൂരദർശൻ. 1987-88 കാലഘട്ടത്തില് സംപ്രേഷണം ചെയ്ത രാമാനന്ദ് സാഗറിന്റെ രാമായണം ഈ രാമജന്മഭൂമി മൂവ്മെന്റ് ഈ അയോധ്യ ഡിസ്പ്യൂട്ടിനൊക്കെ ആക്കം കൂട്ടിയെന്നാണ് പറയപ്പെടുന്നത്. 1980 ഒരു അവസാനം തൊട്ട് 2000 ആദ്യം വരെയാണ് ഈ ദൂരദർശന്റെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്നത്. ആദ്യം DD1, അത് പിന്നെ DD നാഷണലായി, അതായിരുന്നു മെയിൻ ചാനൽ. പിന്നീട് DD മെട്രോ വരുന്നുണ്ട്, DD മലയാളം ഒക്കെ വരുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളൊക്കെ എനിക്ക് കുറവാണ്. ആകപ്പാടെ മലയാളം സീരിയലിൽ എനിക്ക് ഓർമ്മയുള്ളത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത ജ്വാലയ എന്നൊരു സീരിയലാണ്. ആ സീരിയലിന്റെ കഥയൊന്നും ഓർമ്മയില്ല, അതിന് തുടക്കത്തിലുള്ള നിലവിളി മാത്രം നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉള്ള ഓർമ്മകൾ മെയിനായിട്ട് ദൂരദർശനിലെ ഹിന്ദി സീരിയലുകളും പിന്നെ മലയാളത്തിലൂടെ ഡബ് ചെയ്തിട്ടുള്ള ഹിന്ദി സീരിയലുകളും ചുറ്റിപ്പറ്റിയായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആംഖെ എന്ന് പറഞ്ഞ ആക്ഷൻ സീരീസ് ഉണ്ടായിരുന്നു. പിന്നെ ഓം നമ ശിവായ, ജയ് ഹനുമാൻ, മഹാഭാരതം, പിന്നീട് ആലിഫ് ലൈല, ചന്ദ്രകാന്ത, അങ്ങനെ കുറെ ഫാന്റസി സീരീസ് ഉണ്ടായിരുന്നു. പിന്നീട് ക്യാപ്റ്റൻ വ്യോം എന്ന് പറഞ്ഞ സൈഫൈ സീരീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സീരീസുകളുണ്ടായിരുന്നു. നല്ല ഹൈ ക്വാളിറ്റി സീരീസ് ആണ്. ഇപ്പൊ കണ്ടപ്പോഴും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ഈ ദൂരദർശൻ സീരീസുകളിൽ എന്റെ ഫേവറേറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് 3 പ്രോഗ്രാംസ് ആണ്. അതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ കണ്ണിലെണ്ണയും വെച്ച് കാത്തിരിക്കുമായിരുന്നു. ആദ്യത്തേത് തീർച്ചയായും ശക്തിമാൻ തന്നെയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള ശക്തിമാന്റെയും അദ്ദേഹത്തിന്റെ ഓൾട്ടർ ഈഗോ ആയിട്ടുള്ള പണ്ഡിറ്റ് ഗംഗാധർ വിദ്യാധർ മായാധർ ഓംകാർനാഥ് ശാസ്ത്രിയുടെയും കഥ പറയുന്ന ശക്തിമാൻ 1997 സെപ്റ്റംബർ 13 സംപ്രേഷണം ആരംഭിക്കുന്നത്. ചന്ദ്രകാന്തയിലെ ജാബാസായും മഹാഭാരതത്തിലെ ഭീഷ്മയായും അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്ന മുകേഷ് ഖന്നയാണ് ശക്തിമാനായിട്ട് വന്നത്. അദ്ദേഹം തന്നെയാണ് അത് പ്രൊഡ്യൂസും ചെയ്തത്. വൻ വിജയമായിരുന്നു ആ സീരീസ്. നന്മയുടെ കാവൽക്കാരനായ ശക്തിമാനും തിന്മയുടെ രാജാവായ തംരാജ് കെൽവിഷുമായിട്ടുള്ള പോരാട്ടമായിരുന്നു കഥയുടെ ഇതിവൃത്തം. ഈ ശക്തിമാൻ സീരീസിനെ ഇങ്ങനെ ഒരു വൻ വിജയമാക്കുന്നതിൽ വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് അതിലെ വില്ലന്മാരാണ്. മെയിൻ വില്ലന്മാരായിട്ടുള്ള തംരാജ് കെൽവിഷിനെയും മാഡ് സയന്റിസ്റ്റായ ഡോക്ടർ ജോക്കോളിനെയും ക്രൈം ലോർഡ് ആയിട്ടുള്ള സാഹിബിനെ അല്ലാതെ ഒരുപാട് ചെറിയ പക്ഷെ വളരെ പ്രത്യേകതകളുള്ള വില്ലന്മാരും അതിലുണ്ടായിരുന്നു. ഈവൻ ഒരു എപ്പിസോഡിൽ പ്രൊഡേറ്റേഴ്സിന്റെ ഇന്ത്യൻ വെർഷൻ പോലും വരുന്നുണ്ട്. തംരാജ് കെൽവിഷിന്റെ ആ ഒരു ലുക്കും ആ ഒരു ക്യാച്ച് ഫ്രൈസും ഒക്കെ കട്ട ഇമ്പാക്ട് ആയിരുന്നു ആ സമയത്ത്. ഡോക്ടർ ജോക്കോളിനും ഉണ്ടായിരുന്നു ഒരു ഉഗ്രൻ ക്യാച്ച് ഫ്രൈസ്. अब तू बच नहीं सकता शक्तिमान, तू बच नहीं सकता. ഒരുപാട് സ്പെഷ്യൽ എഫക്ട്സ് ഹെവി ആയിരുന്നല്ലോ ഓരോ എപ്പിസോഡുകളും. അന്നത്തെ കാലത്ത് അന്നത്തെ ബഡ്ജറ്റിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഈ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന അവരുടെ ഈ നൊസ്റ്റാൾജിയയില് ശക്തിമാന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. പിന്നീട് ആ ഒരു കാലത്താണ് കുട്ടികൾ ശക്തിമാന്റെ സ്റ്റണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വരുന്നത്. മാത്രമല്ല ശക്തിമാൻ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞ് കെട്ടിടത്തിന് മുന്നിൽ ചാടുക, അങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പിള്ളേർ കാണിക്കാൻ തുടങ്ങി. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഒരു സ്മോൾ സെക്ഷൻ എല്ലാ എപ്പിസോഡിന്റെ അവസാനം ആഡ് ചെയ്യാൻ തുടങ്ങി. അവിടെ കുട്ടികൾ ഉപദേശിച്ച് നന്നാക്കുന്ന ശ്രമം ശക്തിമാൻ നടത്തുകയാണ്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, ശക്തിമാൻ അത് ചൂണ്ടിക്കാണിക്കുന്നു, കുട്ടികളെ തെറ്റ് മനസ്സിലാക്കുന്നു, എന്നിട്ട് ശക്തിമാനോട് പറയുന്നു സോറി ശക്തിമാൻ. അതിപ്പോഴും വളരെ ഫേമസ് ആയുള്ള മീമാണ്. വളരെ നല്ല റേറ്റിംഗ് ആയിരുന്നു ഈ സീരീസിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഫോർ സം റീസൺ 2005 സീരീസ് അബ്രപ്റ്റ് ആയിട്ട് നിർത്തുകയായിരുന്നു. ഈ സീരീസ് അങ്ങനെ അവസാനിക്കുമ്പോഴത്തേക്ക് 450 എപ്പിസോഡുകളായിരുന്നു. പക്ഷെ കഥയൊന്നും ഒരു വിധത്തിലുള്ള കൺക്ലൂഷൻ എത്തിയിരുന്നില്ല. തംരാജ് കെൽവിഷും ഡോക്ടർ ജോക്കോളും ഒക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ശക്തിമാൻ അവരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നോർമൽ എപ്പിസോഡിന്റെ ഇടയ്ക്ക് വെച്ചാണ് ശക്തിമാൻ അവസാനിക്കുന്നത്. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ മുകേഷ് ഖന്ന പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരദർശനിലെ ബ്രോഡ്കാസ്റ്റിംഗ് ഫീസ് ഒരുപാട് കൂട്ടിയത് കൊണ്ട് അത് താങ്ങാനാവാതെയാണ് അവർ സീരീസ് നിർത്തിയെന്നാണ്. കാരണം അന്നത്തെ കാലത്ത് സ്പോൺസേഡ് പ്രോഗ്രാം ആയിട്ടാണ് ദൂരദർശനിലെ ഇങ്ങനത്തെ സീരീസ് ഒക്കെ സംപ്രേഷണം ചെയ്തിരുന്നത്. അതായത് സീരീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ദൂരദർശന് ഒരു തുക കൊടുക്കണം എല്ലാ എപ്പിസോഡിനും. എന്നിട്ട് അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവർക്ക് എടുക്കാം. ശക്തിമാൻ സീരീസിന് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തുക 3-4 ഇരട്ടിയായി. അത് കാരണമുണ്ടായ ഡിസ്പ്യൂട്ട് കാരണം മുകേഷ് ഖന്ന ശക്തിമാൻ പാതി വഴിക്ക് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഈ സീരീസ് പല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. 2011 ഒരു അനിമേഷൻ സീരീസ് ഉണ്ടായിരുന്നു. പിന്നീട് ഹമാര ഹീറോ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പിൻ ഓഫ് സീരീസ് ഉണ്ടായിരുന്നു. അതിനൊന്നും ആ ശക്തിമാന്റെ ഒരു മാജിക്ക് ക്യാപ്ചർ ചെയ്യാനായില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ വിജയമായില്ല. പിന്നീട് അപ്ഡേറ്റ് ഉള്ളത് 2022 ഫെബ്രുവരി 10 ശക്തിമാൻ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തായിരുന്നു. ഒരു മൂവിംഗ് പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു സംഭവം റിലീസ് ചെയ്തായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേസിൽ ജോസഫ് ആസിഫ് ഡയറക്ട് ചെയ്യാൻ പോകുന്നതെന്നും രൺവീർ സിംഗ് ആണ് ശക്തിമാനായിട്ട് വരുന്നത് എന്നുള്ള ന്യൂസും പുറത്തുവരുന്നത്. ഇത് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
അടുത്ത എന്റെ ഫേവറേറ്റ് സീരീസ് എന്ന് പറയുന്നത് ജാസൂസ് വിജയ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് വിജയ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സീരീസ് ആയിരുന്നു. അതിന്റെ കഥ അല്ലെങ്കിൽ പ്രമേസ് വളരെ സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഗ്രാമങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നു. അതിൽ ട്വിസ്റ്റും ടേൺസും എല്ലാം കഴിഞ്ഞിട്ട് പ്രതിയെ പിടിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഡിറ്റക്റ്റീവ് സീരിയൽ മാത്രമായിരുന്നില്ല ജാസൂസ് വിജയ്. ആ സീരീസ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ജനങ്ങളിലേക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ പറ്റിയുള്ള ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. BBC-യുടെ വേൾഡ് സർവീസ് ട്രസ്റ്റും ദൂരദർശനും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനും കൂടെ ചേർന്നാണ് ഈ പരിപാടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 1990s ആണെങ്കിൽ ഇന്ത്യയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. ഈ ലോകത്തിന് ഈ സെക്സിന്റെ ഒരു കമ്പൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ആരും തയ്യാറാവാത്ത ഒരു സിറ്റുവേഷനുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 1990s മിക്ക സിനിമകളും എയ്ഡ്സിനെ പറ്റി സംസാരിക്കുന്നത് ഒരുമാതിരി തമാശയായിട്ട്. ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് ദൂരദർശൻ ഇങ്ങനത്തെ ഒരു സീരീസുമായിട്ട് വരുന്നത്. ഈ സീരീസിൽ എല്ലാ എപ്പിസോഡിലും എയ്ഡ്സിനെ പറ്റി, സേഫ് സെക്സിനെ പറ്റി അല്ലെങ്കിൽ ഡ്രഗ് യൂസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണും. അത് ചുമ്മാ എവിടെന്നെങ്കിലും ചുമ്മാ റാൻഡമായിട്ട് പറയുന്നതല്ല, അവർ ആ കഥയുമായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയാണ് പറയുന്നത്. ഈ സീരീസുമായിട്ട് ഒരുപാട് ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുന്നതിനായിട്ട് ഇതിലും ഒരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹിന്ദി നടനായ ഓം പുരി ഓരോ എപ്പിസോഡിനും തുടക്കത്തിലും അവസാനത്തിലും വന്ന് ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ട് കഥയെപ്പറ്റി ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഇനി കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ദൂരദർശനിലേക്ക് ലെറ്ററുകൾ എഴുതാൻ അവരെ പ്രേരിപ്പിക്കും. എന്നിട്ട് ഈ ലെറ്ററുകൾക്ക് റിപ്ലൈ ആയിട്ട് ബോധവൽക്കരണത്തിനായിട്ടുള്ള നോട്ടീസുകളും മറ്റും അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് തിരഞ്ഞെടുത്ത കത്തുകൾ എഴുതിയ ആൾക്കാർക്ക് സ്പെഷ്യൽ എപ്പിസോഡിലൊക്കെ ഓം പുരിയോടൊപ്പം വരാനുള്ള അവസരം ഒരുക്കി. ഈ സ്ട്രാറ്റജികളൊക്കെ വളരെ വിജയമായിരുന്നു. ഈ സീരീസ് വൺ ഹിറ്റ് ആവുന്നുണ്ട്, ഒരുപാട് ജനങ്ങളിലെ ഈ മെസ്സേജുകൾ എത്തുന്നുണ്ട്, ഒരുപാട് പേർക്ക് അതിന്റെ ഗുണങ്ങളും കിട്ടും. സേഫ് സെക്സിനെ പറ്റിയും കോണ്ടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റിയൊക്കെ വലിയ ഒരു ശതമാനം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് ഇതിലൂടെയായിരുന്നു. ഈ സീരീസ് തുടങ്ങി അത്യാവശ്യം വലിയ ഹിറ്റായതിനു ശേഷം ഒരു 40-50 എപ്പിസോഡ് ആയപ്പോഴത്തേക്ക്, എക്സാക്ട് എപ്പിസോഡ് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല, അതിലൊരു വൻ ട്വിസ്റ്റ് വരുന്നു. നമ്മുടെ നായകനായ വിജയ്ക്ക് വില്ലന്മാരുമായിട്ടുള്ള പോരാട്ടത്തിൽ പരിക്കേൽക്കുകയാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം തൊടാൻ തുടങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം ഡോക്ടറെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ HIV പോസിറ്റീവാണ്, സോ എന്നെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറയുക. അതൊരു വൺ ട്വിസ്റ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ സുമുഖനും വെൽ എഡ്യൂക്കേറ്റഡും വളരെ സൽസ്വഭാവമായിട്ടുള്ള നമ്മുടെ നായകൻ HIV പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത് അന്നത്തെ സ്റ്റീരിയോ ടൈപ്പുകൾക്കൊക്കെ എതിരായിരുന്നു. മാത്രമല്ല ആ സീരീസിൽ ഒരിടത്തും വിജയുടെ സർനെയിം പറയുന്നില്ല, സെക്കൻഡ് നെയിം പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ അത് വെച്ച് ജാതി കണ്ടുപിടിച്ച് അത് ജാതിയുടെ പേരിലുള്ള നറേഷൻ ആക്കുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നുണ്ട്. അത് അവർ ചെയ്യുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് എങ്ങനെയാണ് എയ്ഡ്സ് വന്നത് അല്ലെങ്കിൽ HIV പോസിറ്റീവ് ആയത് എന്ന് അവർ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ. അവരുടെ മെസ്സേജിന് അത് മാറ്റർ ചെയ്യുന്നില്ല. വളരെ സോഷ്യൽ ഇമ്പാക്ട് ഉള്ള ഒരു സീരീസ് ആയിരുന്നു. എന്നെപ്പോലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സേഫ് സെക്സിനെ പറ്റിയും ഡ്രഗ് യൂസിനെ പറ്റിയൊക്കെ ആദ്യമായി കേട്ടു തുടങ്ങുന്നത് ഈ പ്രോഗ്രാമിലൂടെയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരീസ് ആവുന്നത്. ഇത് വളരെ എന്റർടൈനിങ് ആയുള്ള സീരീസ് തന്നെയായിരുന്നു. ടൈറ്റിൽ ക്യാരക്ടർ വിജയെ അവതരിപ്പിച്ചത് ആദിൽ ഹുസൈൻ ആയിരുന്നു ആദ്യത്തെ 2 സീസണിൽ. 3ാമത്തെ സീസണിൽ ഫർഹാൻ ഖാനാണ് വിജയെ അവതരിപ്പിക്കുന്നത്. 2002 തൊട്ട് 2006 വരെയാണ് ജാസൂസ് വിജയ് എയർ ചെയ്തിരുന്നത്. എല്ലാം കൂടെ 3 സീസൺസ് ഉണ്ടായിരുന്നു, 195 എപ്പിസോഡ്സും. ഈ സീരീസ് പിന്നെ റീവാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചായിരുന്നു. ഫോർ സം റീസൺ വാങ്ങിക്കാനും അവൈലബിൾ അല്ല, യൂട്യൂബിലും അവൈലബിൾ അല്ല, ഒരു ഫുൾ എപ്പിസോഡ് പോലും അവൈലബിൾ അല്ല അവരുടെ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്. ശക്തിമാൻ എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സീരീസ് ആണ്, പക്ഷേ ജാസൂസ് വിജയ് അധികം പേർക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എന്റെ ഒരു ഫേവറേറ്റ് സീരീസ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓർമ്മയുണ്ടോ? ഞാൻ ഈ പറഞ്ഞ 2 പ്രോഗ്രാംസിനെക്കാളും തികച്ചും വ്യത്യസ്തമാണ് 3ാമത്തെ എൻ്റെ ലിസ്റ്റിലുള്ള പ്രോഗ്രാം. ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്. പക്ഷെ നമ്മൾ ദൂരദർശനിൽ അത് കാണുമ്പോഴത്തേക്ക് അതിന്റെ പേര് ഫുജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് എന്നായിരുന്നു. അതിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ, മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ക്രൈംസ് ഒക്കെ ചെയ്ത് പിടിക്കപ്പെടാതെ നടക്കുന്ന പിടികെട്ടാപ്പുള്ളികളെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവരുടെ ക്രൈമിന്റെ ഡീറ്റെയിൽസും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഇതുവഴി ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ അറിയിക്കാൻ പറ്റും, അതുവഴി പോലീസിനെ അറിയിക്കാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ കഥ പോലെ തന്നെ ഒരുപക്ഷെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരുന്ന സുഹൈബ് ഇലിയാസിയുടെ കഥ. ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ TV ആങ്കേഴ്സിനെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പിൽ കാണുമായിരുന്നു സുഹൈബ് ഇലിയാസി. പക്ഷേ ആ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് സുഹൈബ് ഇലിയാസി ഒരു വൻ വീഴ്ച വീഴുന്നു. അത് അദ്ദേഹത്തെ തീഹാർ ജയിൽ വരെ കൊണ്ടെത്തിക്കുന്നു. അദ്ദേഹത്തിന്റെയും ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡിന്റെയും കഥ ഒരു ഫുൾ എപ്പിസോഡ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതിന്റെ എപ്പിസോഡ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ.